ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലും LDF ജയിക്കില്ലെന്ന് മുൻ MLA PV അൻവർ. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ 2 സീറ്റിലധികം LDFന് ലഭിക്കില്ലെന്നും PV അൻവറിന്റെ വെല്ലുവിളി. നിലമ്പൂർ ബൈപ്പാസ്, ജില്ലാ ആശുപത്രി വികസനം തുടങ്ങിയ പ്രധാന പദ്ധതികൾക്ക് CPM ജില്ലാ നേതൃത്വം തടസ്സം നിന്നതായും നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് തിരിച്ചടിയായത് തലശ്ശേരി മൈസൂർ പാതയ്ക്കുള്ള അനാവശ്യ ശ്രമമെന്നും PV അൻവർ. NRSMന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ അനൂപ്, ഇവരുടെ വലിയ ഒരു പിന്തുണ നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ഇതുവരെയുള്ള വികസനത്തിന് ഉണ്ടായിട്ടുണ്ട്. അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ഈ അവസാനം വന്ന നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ വിനോദ്, അദ്ദേഹം നന്നായിട്ട് അപ്പോൾ ഈ വന്ന ഒരു പീരീഡിൽ നമ്മളെ കെട്ടിക്കടന്നിരുന്ന പല ഫയലുകളിലും നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പലരായിട്ട് പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. നിങ്ങൾ നൽകിയ സപ്പോർട്ട് ഈ നാടിൻ്റെ പൊതുവായ നിലമ്പൂരുണ്ടായ വികസനത്തിന് നിങ്ങളുടെയൊക്കെ കൈകളും നിങ്ങളുടെയൊക്കെ പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. സ്നേഹപൂർവ്വം നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും നിങ്ങളോടുള്ള ബാധ്യതയും സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. കോളേജിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാ. ഇതേ ഒരു സ്ഥിതിവിശേഷമായിരുന്നു കോളേജിൻ്റെ ലാൻഡ് അക്വിസിഷൻ. ആ ലാൻഡ് അക്വിസിഷൻ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണ്. ഈ പറയുന്നത് പോലെ ഈ 2021 ഒന്നാം ഘട്ടത്തിൽ സ്ഥലമെടുപ്പ് പൂർത്തിയായി, ബിൽഡിംഗ് പൂർത്തിയായി, കുട്ടികളെ കോളേജിൽ കയറേണ്ട സമയം കഴിഞ്ഞു. പണം കിഫ്ബി അനുവദിച്ച് 2021 അനുവദിച്ചതാണ്. ഈ പറയുന്നത് പോലെ മറ്റൊരു വലിയ വിഷയം തന്നെയാണത്. എന്താണ് അതിൻ്റെ പിന്നാമ്പുറം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ ബാക്കി പത്രം എന്നതിലപ്പുറം എനിക്കതിലൊന്നും പറയാനില്ല. സത്യത്തിൽ അത് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. ഈ രണ്ടാമത്തെ ടേമിൽ ഒരു ഘട്ടം കഴിയുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എന്താ പറയുക, ലോക്കൽ ലീഡർഷിപ്പുമായി സംസാരിക്കുമ്പം അവരും ചിലരൊക്കെ ആത്മാർത്ഥമായി ഇതിന് പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു തർക്കമില്ല. അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി പത്മാഷൻ എനിക്കറിയാം, അദ്ദേഹം ഇതിന് നന്നായിട്ട് പരിശ്രമം നടത്തിയതാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ എവിടുന്നാണോ ഇതിൻ്റെ ഫുൾ സപ്പോർട്ട്, എന്ത് സ്ട്രെങ്ത് കൊടുക്കേണ്ട ജില്ലാ കമ്മിറ്റി, അവിടെയായിരുന്നു ഇതിൻ്റെ മുഴുവൻ തടവുകളും. അതിലെ ഒരു ബലിയാടാണ് ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് കോളേജും. ഈ ജില്ലാ കമ്മിറ്റിയുടെ താല്പര്യം ശരിക്കും എന്താണ് ഇത് തടയേണ്ട ഒരു ആവശ്യം? കാരണം അവരുടെ ഇടതുപക്ഷ MLA രണ്ടാം ടൈമും നിലമ്പൂരിൽ വന്നതാണല്ലോ. അപ്പോൾ തടയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരെ CPM കൂടി ബാധിക്കുന്നതല്ലേ? അല്ല, അതിൽ ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വളർച്ച എനിക്ക് മാത്രമാണ്, പാർട്ടിക്കല്ല ഇതിൻ്റെ വളർച്ച. ഇത് ഒരു വ്യക്തി ഇങ്ങനെ വല്ലാതെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറയുക, വീടിൻ്റെ മേലെ ചാഞ്ഞു നിൽക്കുന്ന ഒരു മരമായി ഭാവിയിൽ മാറുമോ എന്നവരെ കണക്കൂട്ടിയിട്ടാണ് എനിക്കറിയില്ല. എന്തിനാണ് ഇതിന് തടവ് നടത്തിയത്? ഒരു പക്ഷേ കേരളത്തിൽ സ്വതന്ത്ര MLA-മാരിൽ CPM-നോടൊപ്പം നിന്ന MLA-മാരിൽ ഒരു പക്ഷേ എനിക്കറിയില്ല, അത് അവരാണ് വിലയിരുത്തേണ്ടത്. ഏറ്റവും കൂടുതൽ ആ പാർട്ടിക്കും മുന്നണിക്കും സപ്പോർട്ട് നൽകിയത് ഞാനാണ് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ മനസ്സിനോടൊപ്പം, ഇടതുപക്ഷത്തിൻ്റെ മനസ്സിനോടൊപ്പം, ഇവിടുത്തെ സാധാരണ സഖാക്കളുടെ മനസ്സിനോടൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു സഞ്ചരിച്ചൊരു വ്യക്തി സഖാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരഭിപ്രായ വ്യത്യാസവും വ്യക്തിപരമായി ഇല്ലാത്ത ഒരു വ്യക്തി, ആ വ്യക്തി ഒരു MLA ആകുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തിയെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള സാധ്യത ഇല്ലല്ലോ. നമ്മൾ വീടിന് മേലെ ചാഞ്ഞതല്ല, നമ്മൾ വീടിന് തണലായി നിന്ന ഒരു മരം, ആ മരം ഇവർ വെട്ടിയപ്പം വീടിന് മേലേക്ക് വീണതാ. ഞാൻ വീടിൻ്റെ മേലെ തണലായി അല്ലെങ്കിൽ ചാഞ്ഞിട്ടില്ല. ഞാൻ ആ വീടിന് കൂടി തണലാകുന്ന ഒരു മരമായിട്ടാണ് നിന്നിരുന്നത്. ആ മരം അവർ വെട്ടിയപ്പോൾ എന്തായി, ആ കയറിട്ട് കുടിക്കിയത് ശരിയായില്ല. കാരണം മരം ചിലപ്പോൾ ഉണ്ടല്ലോ കയറിട്ട് കുടിക്കിട്ടാണല്ലോ വെട്ടുക കറക്റ്റ് പോയിന്റിലേക്ക്. ചിലപ്പോൾ ആ കയറ് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻ തെറ്റിയാൽ എങ്ങോട്ടാണോ ഇത് പോകാൻ പാടില്ലാത്തത്, അതേപോലെയാണ് ഇപ്പോൾ സംഭവിച്ചത്. തണലെന്ന മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ തണലായി പ്രവർത്തകരോടൊപ്പം നിന്ന എന്നെ വെട്ടിയപ്പോൾ ഞാൻ വീണത മരത്തിൻ്റെ മുകളിലേക്കായിപ്പോയി.
ഈ വനം വന്യജീവി പ്രശ്നങ്ങളിൽ താങ്കൾ ഇടപെടാൻ വൈകി എന്നാണ് ആര്യയുടെ ചൗക്കത്ത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയൊക്കെ അദ്ദേഹമൊക്കെ ശബ്ദം ഒറ്റപ്പോഴും താങ്കളുടെ അങ്ങനെ ഒന്നും അത്തരത്തിലൊന്നും ശബ്ദം ഒറ്റില്ല എന്നാണ് പറയുന്നത്. അല്ല, അതെന്താ പറയുക, അയാൾക്ക് സത്യത്തിൽ അത് അറിയാത്തോണ്ട് പറയാം. അദ്ദേഹം ഈ നാട്ടിൽ വളരെ കുറവാണല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ വരുമ്പോഴുള്ള ഈ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും. സത്യാവസ്ഥ അയാൾക്ക് ബോധ്യമില്ലാത്തതുണ്ട്. എ വി ഗോപിനാഥുമായി താങ്കൾ കൂടിക്കാഴ്ച നടത്തി, അങ്ങനെ നടത്തിയതായി എ വി ഗോപിനാഥ് പറയുന്നുണ്ട്. അപ്പം തന്നെ താങ്കളുടെ അഭ്യർത്ഥന തള്ളിയതായും അദ്ദേഹം പറയാണ്. അത് എനിക്കറിയില്ല. ഗോപിയേട്ടൻ നമ്മളൊരു സുഹൃത്താണ്, അദ്ദേഹത്തെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചേലക്കര തെരഞ്ഞെടുപ്പ് ആ മണ്ഡലത്തിൻ്റെ ഒരു മൂലക്കാണല്ലോ അദ്ദേഹം. പോയി കണ്ടു, താങ്കൾ ഇങ്ങനെ ഇന്നലെ അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞിരുന്നത് വി ഡി സതീശനെതിരായിട്ടുള്ള ഈ അഴിമതി ആരോപണം പി ശശി ഡ്രാഫ്റ്റിൽ നൽകിയ അടിസ്ഥാനത്തിലാണ് എന്നതായിരുന്നു. പക്ഷേ താങ്കൾ എം വി ഗോവിന്ദൻ മാഷിന് നൽകിയിരിക്കുന്ന ആ കത്തിൽ തന്നെ പറയുന്നത് താങ്കൾക്ക് ഈ സ്വയം മനസ്സിലായ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചത്. സി പി ലീഡർഷിപ്പായിട്ട് പെർമിഷൻ എടുത്തിട്ടാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അത് താങ്കൾ ഒരു വൈരുദ്ധ്യമില്ല. അല്ല, എന്താ വൈരുദ്ധ്യം? സി പി എം ലീഡർഷിപ്പിനോട് പെർമിഷൻ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികതല്ലേ? അപ്പോൾ പി ശശി ആദ്യം എഴുതി നൽകിയതല്ല, താങ്കൾ സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നല്ലേ അത് പറയുന്നത്? അല്ല, അത് എങ്ങനെ വേണമെങ്കിലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അവർക്കും കൂടിയും അറിയുന്ന കാര്യമാണ് ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇതിങ്ങനെ പ്രത്യേകം വേർതിരിച്ച് പറയേണ്ട ഒരു സാഹചര്യമല്ല. അതൊക്കെ എല്ലാം ഒന്നായി നിൽക്കുന്ന സമയത്താണല്ലോ കത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ പി ശശി പറഞ്ഞിട്ട് തന്നെയാണ് താങ്കൾ ചെയ്തത്? തീർച്ചയായിട്ടും. ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയത്തോടൊപ്പം വികസനവും പ്രധാനപ്പെട്ട ചർച്ചയാണ്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പദ്ധതികൾ പ്രത്യേക ബൈപ്പാസ് പോലെയുള്ള നിലവിലെ ഇഷ്യൂസോട് നോക്കുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് വലിയൊരു ചർച്ചയാവില്ലേ? അത് വോട്ടർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ? അല്ല, ഈ ഗവൺമെൻറ്റിൽ ഇനിയിപ്പോൾ ഞാൻ മാറിയത് കൊണ്ട് എന്തെങ്കിലും എന്നോടുള്ള വാശിക്കാനുള്ളതൊന്നും തരാത്തത്. ഇനി ഞാൻ മാറി നിൽക്കുമ്പോൾ ആ ഒരു രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെട്ടാൽ അത് പെട്ടെന്ന് പൂർത്തീകരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ടാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വളർച്ചയായിരുന്നു അവരുടെ വിഷയമെങ്കിൽ അതിപ്പോൾ അവസാനിച്ചല്ലോ. അങ്ങനെ ഒരു ഗുണമെങ്കിലും ഈ രാജ്യം കൊണ്ട് ജനങ്ങൾക്കും കൂടെ കിട്ടുകയാണെങ്കിൽ ഞാനതിൽ സന്തോഷവാനാണ്. അല്ലെങ്കിൽ ഇനി നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സംവിധാനത്തിനെ മാറ്റി UDF സംവിധാനത്തെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഈ സംഗതികൾ പൂർത്തീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അവരിവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഫുൾഫില്ലാണ്. ഈ 2-3 കാര്യങ്ങൾ കൂടി ഫുൾഫില്ല് ചെയ്യാൻ ആ പണി മാത്രം എടുത്താൽ മതി ഇനി വരാൻ പോകുന്ന MLA. മറ്റത് ഒരുവിധം 95% ഇവിടുത്തെ മുഴുവൻ റോഡുകൾ റബ്ബറൈസ് ചെയ്യാത്ത ഏത് റോഡാണ് നിലമ്പൂരിലുള്ളത്? 2016 1 കിലോമീറ്റർ റബ്ബറൈസ് ചെയ്ത റോഡ് ഈ മണ്ഡലത്തിലുണ്ടായിരുന്നില്ല. ഇന്ന് ഫുൾ റബ്ബറൈസ് ചെയ്ത റോഡുകളല്ലേ. നമ്മുടെ മെയിൻ റോഡ് ഇത് മാത്രമാണ് ഇപ്പോൾ ഈ പ്രശ്നമായി കിടക്കുന്നത്. ഇതിന് 33 കോടി രൂപ നബാർഡ് ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിച്ചതാണ്. ഇപ്പോൾ ഒരു 7 മാസം മുമ്പ്. ഇവിടുത്തെ നമ്മളെ PWD എഞ്ചിനീയർമാർ നിലമ്പൂർക്കാരുണ്ടല്ലോ, അവരോട് നിങ്ങൾ ചോദിക്കൂ. അപ്പം ഈ ഗവൺമെൻറ്റുമായില്ല ഞാൻ ഈ ഇഷ്യൂ തുടങ്ങി അത് സീരിയസ് ആയതോട് കൂടിയിട്ട് ആ 33 കോടി രൂപ ഇവിടുന്ന് വലിഞ്ഞു, അത് ബേപ്പൂരിലേക്ക് പോയി. അതിന് നിലവിലുള്ള സ്കൂളിൽ നിന്ന് അവിടുത്തെ LP വിഭാഗം വീട്ടിക്കുത്ത് റോഡിലേക്ക് മാറ്റാൻ വേണ്ടി വീട്ടിക്കുത്ത് റോഡിലെ സ്കൂളിലെ വരാൻ ഇത് മാറുകയാണെങ്കിൽ അതിനുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കെട്ടിടം അവിടെ പുതിയ ഫണ്ട് കണ്ടെത്തി കെട്ടിട പണി നടന്നതാണ്. പക്ഷേ ഒരു നിലക്കും ആ സ്ഥലം വിട്ടു തരാനുള്ള ഒരു നിലപാട് എന്തുകൊണ്ടോ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ അവർ പറയും നിങ്ങൾ അവിടെ സംസാരിക്കൂ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ പറയും നിങ്ങൾക്ക് അവിടെ DC നിന്ന് ക്ലിയറൻസ് അവർ നിങ്ങളിതിൽ ഇടപെടുത്തു. ഇന്ന് വരെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പ്രദേശം മാത്രമല്ല, ഈ പറയുന്ന നാടുകാണി തൊട്ടുള്ള ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഈ പ്രദേശത്തെ ആശുപത്രിയാണ്. എന്താണ് അതിൻ്റെയൊക്കെ പിന്നിലെ എന്താ പറയുക തടസ്സം എന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ 2 കാര്യങ്ങൾ എടുത്തു പറയാനുള്ള കാരണം, മൂന്നാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ ഇപ്പോൾ പെൻഡിങ്ങായി നിൽക്കുന്നത്. ഒന്ന് നിലമ്പൂർ ബൈപ്പാസാണ്. രണ്ടാമത്തേത് ഞാൻ ഈ പറയുന്ന നിലമ്പൂർ നഗരസഭയിൽ LDF ഭരണത്തിലെത്തിയത് താൻ വോട്ട് തേടി വീട് കയറിയത് കൊണ്ടാണ്. മണ്ഡലത്തിലെ അമരമ്പലം പോത്തുകൽ പഞ്ചായത്തുകളിൽ LDFന് ഭരണം ലഭിച്ചതും തന്റെ ശ്രമഫലമാണ്. 2016 നഗരസഭയിൽ 4 സീറ്റായിരുന്നു LDFനുണ്ടായിരുന്നത്. അതിൽ നിന്ന് LDFനെ ഭരണത്തിലെത്തിച്ചു.
കോൺഗ്രസ് 4 ചുരുങ്ങി. അടുത്ത തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നഗരസഭയിൽ 2 സീറ്റിലധികം ലഭിക്കില്ലെന്നും അൻവർ അവകാശപ്പെട്ടു. 2021 നിലമ്പൂർ മണ്ഡലത്തിൽ CPM വോട്ട് ചോർന്നു. നഗരസഭാ പരിധിയിൽ നിന്ന് 2016 കിട്ടിയതിനേക്കാൾ 2021 തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കുറയുകയാണ് ഉണ്ടായത്. 8.5 വർഷം കൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പാക്കാനായി. എന്നാൽ നിലമ്പൂർ ബൈപ്പാസ്, ജില്ലാ ആശുപത്രി വികസനം, മുണ്ടേരി മേപ്പാടി മലയോരപാത, നിലമ്പൂർ ഗവൺമെന്റ് കോളേജ്, KNG റോഡ് നവീകരണം തുടങ്ങിയ പ്രധാന പദ്ധതികൾ പൂർത്തീകരിക്കാനായില്ല. CPM ജില്ലാ നേതൃത്വം ഇത്തരം പദ്ധതികൾക്ക് തടസ്സം നിന്നതായും PV അൻവർ ആരോപിച്ചു. ബൈപ്പാസിന് ഭൂമി വിട്ടുകൊടുത്തവരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയതുപോലും CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. അതിനു പിന്നിലെ കാരണം അറിയില്ലെന്നും PV അൻവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.